ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം എനിക്ക് തന്ന നല്ല അവസരത്തിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. 2 ആഴ്ചകൾ കൊണ്ട് ശാരീരിക ബുദ്ധിമുട്ടായതുകൊണ്ട് വീഡിയോകളൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വളരെ അനുഗ്രഹമായിരുന്നു. ദൈവം സഹായിക്കട്ടെ. ഇന്ന് എൻ്റെ ചിന്താ വിഷയം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യമാണ് ഞാൻ ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. ആമേൻ. ആ ഭാഗം ഒന്ന് വായിക്കാം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രഹസ്യ വരവിലേക്ക് ജനത്തിന് അല്ലെങ്കിൽ മാനവരാശിക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ ഒരു പദവിയെ കുറിച്ചാണ് ഈ വാക്യത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ 3 കാര്യങ്ങളാണ് പറയപ്പെടുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രഹസ്യ വരവിൽ താൻ ജനത്തിന് വേണ്ടി കൊടുക്കുന്നതായ ആ 3 കാര്യങ്ങൾ. 1-ാമത്തെ കാര്യം, നമ്മെ സ്നേഹിക്കുന്നവനായിട്ട് യേശു വരികയാണ്. 2, നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്തിൽ വിടുവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, ഒരു ദൈവമായിട്ട് നമ്മുടെ അടുക്കിലേക്ക് വരുന്നു. 3-ാമത്, നമുക്ക് രാജാവും പുരോഹിത വർഗവും നമുക്ക് നൽകുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു വരികയാണ്. ഇങ്ങനെ 3 ഭാഗങ്ങളാണ് ഈ വാക്യത്തിൽ കാണപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, യേശുവിൻ്റെ വരവിൽ ഈ 3 പ്രത്യേകതകളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമായി കാണുവാനുള്ള കാരണങ്ങളാണ്. കാരണം യാതൊരു വ്യക്തിക്കും ചെയ്യുവാൻ കഴിയാത്തതായ, ഈ ലോകത്ത് ഒത്തിരി രാജാക്കന്മാരുണ്ട്, ഒത്തിരി മന്ത്രിമാരുണ്ട്, ഒക്കെ ശരിയാണ്. ആർക്കും ചെയ്യാൻ കഴിയാത്തതായ ഒരു മഹൽ ഭാഗ്യമാണ് തന്നെ സേവിക്കുന്ന, തന്നെ ആരാധിക്കുന്ന, തന്നെ രക്ഷകനായി സ്വീകരിച്ച് സത്യത്തിന്റെ ആത്മാവിലും നിലനിൽക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം നൽകുന്ന 3 സാമൻ പ്രത്യേകതകളാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സ്നേഹിക്കുന്നവനായി കർത്താവ് വരുന്നു. 2, തൻ്റെ രക്തം കൊണ്ട് സകലതിനെയും പോക്കി ശുദ്ധീകരിക്കുന്നവനായിട്ട് വരുന്നു. 3-ാമത്, രാജ്യവും പുരോഹിത വംശങ്ങളുമായിട്ട് കർത്താവായ യേശുക്രിസ്തു വരുന്നു എന്നുള്ളത് വ്യക്തമായി വേദപുസ്തകം പറയുന്നു. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാം, നമ്മെ സ്നേഹിക്കുന്നവനായി വരുന്ന യേശുവിനെ കുറിച്ച് ചില ഭാഗങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിയിക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായി 1 യോഹന്നാൻ 4-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്ന ഒരു ഭാഗം, സ്നേഹിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോട് സ്നേഹം കാണിക്കുവാൻ കഴിയാത്തവന് ഒരിക്കലും സ്നേഹം അറിഞ്ഞിട്ടില്ല. കർത്താവ് വ്യക്തമായി പറഞ്ഞു, ഞാൻ സ്നേഹം തന്നെയാണ്. ദൈവം സ്നേഹമെന്ന് പറയുന്നത് ദൈവമാണ്. സ്നേഹം ഇല്ലാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്ന് അതിൻ്റെ അർത്ഥം. 2-ാമത്തെ ഭാഗം വായിക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞ് വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിൽ വസിക്കുന്നു. ഇവിടെ പറയുന്ന ഒരു ഭാഗം, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞ് വിശ്വസിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം സ്നേഹം തന്നെയാണ്. ആ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ദൈവം വസിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ ഒത്തിരി ഭാഗങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നു. എങ്കിലും 2-3 ആശയങ്ങൾ പറയട്ടെ.
ദൈവം സ്നേഹമാണ്. സ്നേഹം ഒരുവനിൽ ഉണ്ടെങ്കിൽ അവരിൽ ദൈവം വസിക്കുന്നു എന്നാണ് വേദപുസ്തകം വ്യക്തമാക്കുന്നത്. നിങ്ങളിൽ സ്നേഹമില്ലേ? കപട സ്നേഹമാണോ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളിൽ ദൈവമില്ല. സ്നേഹം കാണിക്കുവാൻ കഴിയാത്തവന് ദൈവം ഇല്ല എന്നാണ് വേദപുസ്തകം വ്യക്തമാക്കുന്നത്. അടുത്ത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. മാനവരാശി ലോകത്തെ സ്നേഹിച്ച് നശിച്ച് പാപത്തിന്റെ അഗാധകളിലേക്ക് അകപ്പെട്ടു പോയി കിടക്കുന്ന വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കർത്താവ് തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ വരേണ്ടതിന് വേണ്ടി ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ലോകത്തെ സ്നേഹിച്ചെന്ന് ചോദിച്ചാൽ, യാതന കുഴിക്കകത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഒരു കിണറിൽ കിടക്കുന്ന ഒരു വ്യക്തി അവനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, കര കയറ്റണമെങ്കിൽ മുകളിൽ നിന്ന് വിളിച്ചാൽ മാത്രം പോരാ. ആ കിണറ്റിനകത്തിറങ്ങി അവനെ രക്ഷിച്ചു പുറത്തു കൊണ്ടുവരുവാൻ കഴിയണം. അതുകൊണ്ടാണ് കർത്താവ് ഈ ലോകത്തെ സ്നേഹിക്കുവാനിടയായത്. ലോകത്തെ സ്നേഹിച്ച് ലോകത്തിലുള്ള നമ്മെ സ്നേഹിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്. അതാ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ സ്നേഹം താൽക്കാലികമാണ്, ലോകത്തിന്റെ സ്നേഹം നശിച്ചു പോകുന്നതാണ് എന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമുക്ക് രണ്ടാമത്തെ സവിശേഷത വായിക്കാം. നമ്മുടെ പാപത്തെ പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം, തന്റെ രക്തം കൊണ്ട് നമ്മുടെ പാപത്തെ പോക്കി നമ്മെ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിനംപ്രതി മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദിനംപ്രതി അവരുടെ ഓരോ അവയവങ്ങളാൽ, ചിലപ്പോൾ നാവ് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ മനസ്സുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ കൈകൊണ്ടായിരിക്കാം, ഇങ്ങനെ പല പാപത്തിന്റെ അധീനതയിൽ ജനം അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം എത്തിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 1-ാം 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാവങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുമന്നിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. പ്രൈസ് ദി ലോർഡ്. അവിടെ സ്വർഗത്തിൽ ഒരു വാദമുണ്ടായി. അവിടെ പറയുകയാണ്, വ്യക്തമായിട്ട് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ പാപം പോക്കി, നിങ്ങളുടെ പാപം എത്ര തന്നെ കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു തിരുരക്തമാണ് നമുക്ക് വേണ്ടി കാൽവരിയിൽ ചൊരിയുവാനായിട്ടിടയായത്. പ്രൈസ് ദി ലോർഡ്. ഇത് സ്വർഗത്തിലുണ്ടായതായ ഒരു തീരുമാനമാണ്. സ്വർഗത്തിലുണ്ടായതായ ഒരു വലിയ ഒരു ജനത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനം. ആ തീരുമാനം ദൈവം കാൽവരി മരക്കുരിശിൽ മരിച്ച നിവർത്തിയാക്കുവാനായിട്ടിടയായി. അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്, ദൈവത്തിന്റെ സന്നിധിയിലോ രക്താംബരം പോലെ ചുവപ്പായിരുന്നാൽ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത പാപത്തിന്റെ കണികകൾ, പാപത്തിന്റെ വിത്തുകൾ നിന്റെ ജീവിതത്തിരുന്നാലും അതിനെ തീയാമൻ വെളുപ്പിക്കുന്ന, പഞ്ഞു പോലെ വെളുപ്പിക്കുന്ന, ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹമാണ്, തിരുരക്തമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വളരെയധികം ചിന്തിക്കണം. ഇതെന്താണ് രക്താംബരം പോലെ ചുവപ്പ് എന്ന് പലർക്കും ഒരു ഡൗട്ടാണ്. പറയാം, വിട്ടുമാറ്റാൻ കഴിയാത്തതായ പാപത്തിന്റെ സ്വഭാവങ്ങൾ അടങ്ങിയ ചില വ്യക്തികളുണ്ട്. എത്ര പറഞ്ഞാലും, എത്ര ശിക്ഷകൾ അനുഭവിച്ചാലും അവരുടെ ജീവിതത്തിൽ പാപം വിട്ടുമാറത്തില്ല. പക്ഷെ ആ പാപത്തെ തുടച്ചു നീക്കുവാൻ കഴിയുന്ന
ആമേൻ ഒഴുകപ്പെട്ട ഒരു തിരുരക്തമുണ്ടെങ്കിലോ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പാപത്തിന്റെ പ്രവർത്തികൾ ഉണ്ടായിരുന്നാലും അതിനെ വെളുപ്പിച്ച ഒരു ദൈവം എന്റെ കൂടെയുണ്ട് എന്ന് നീ വിശ്വസിക്കാമെങ്കിൽ നിന്റെ പാപം നിന്നെ വിട്ടു മാറി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ 1 യോഹന്നാൻ ലേഖന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയപ്പെടുന്നത്, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിലിരിക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. എന്തിനാണ് ദൈവം പാപത്തെ പോക്കിയത്? എന്തിനാണ് ദൈവം തിരുരക്തം നമുക്ക് ദാനമായി നൽകി നമ്മുടെ പാപത്തെ പോക്കിയത്? വ്യക്തമായ വചനം തന്നെ പറയുന്നു, നാമൻ ദൈവം വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിലിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആള് ഈ ലോകത്തുണ്ടോ? ഉണ്ടോ? ആരും കാണത്തില്ല. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു, ഞാൻ ഇനി വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നിങ്ങളും വെളിച്ചത്തിലിരിക്കണം, എങ്കിൽ മാത്രമേ ദൈവമായിട്ടൊരു ബന്ധം നമുക്കുണ്ടാകുകയുള്ളൂ എന്ന് വ്യക്തമായി വേദപുസ്തകം വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത ഗബേസ്യരുടെ ലേഖന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അതിക്രമം എന്ന മോചനം. ആമേൻ. അതിക്രമം. എന്താ അതിക്രമം എന്ന് പറയുന്നത്? ക്രമമില്ലാതെ ചെയ്യുന്ന ട്രാഫിക്കില് നമ്മൾ ക്രമീകരിക്കേണ്ടതായ ഭാഗങ്ങൾ ക്രമീകരിക്കാതെ പോകുന്നത്, വീട്ടിനകത്ത് ക്രമീകരിക്കാതെ പോകുന്നത്, ചർച്ചിനകത്ത് ക്രമീകരിക്കാൻ പോകുന്നത്, തൊഴിൽ മേഖലകളിൽ ക്രമീകരിക്കാൻ പോകുന്നത്, പല അതിക്രമങ്ങളെയും ദൈവം മാറ്റി വീണ്ടെടുക്കുന്ന ഒരു മോചനം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിക്രമങ്ങളിൽ നിന്നും വീണ്ടെടുത്ത ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നു. അതുപോലെ 3-ാമത്തെ സെന്റൻസ് ആമേൻ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കിക്കൊണ്ടിരിക്കുന്ന ആമേൻ ആ ഒരു വിഷയം, നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 2:9 വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ഒരു സന്തോഷം എന്തുണ്ട്? നമ്മെ ദൈവം ആക്കിയിരിക്കുന്നത് വെറും പിച്ചക്കാരനായിട്ട് ജീവിക്കുവാനോ, അല്ലെങ്കിൽ താണു കിടക്കുവാനോ, അല്ലെങ്കിൽ കുഴിയിൽ കിടക്കുവാനോ അല്ല പ്രിയരെ. നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ദൈവത്തിന്റെ സ്വന്തം ജനമാക്കിയിരിക്കുകയാണ്. വിശ്വാസമുണ്ടോ? എങ്കിലൊന്ന് ദൈവത്തെ സ്തുതിക്കുക. ഈ നാളുകളിൽ നമ്മുടെ വിശ്വാസം ക്രിസ്തുവിൽ ഉറച്ചതാണ് എങ്കിൽ നീ താണു കിടക്കുന്നവനല്ല, നീ രാജകീയ പുരോഹിത വംശങ്ങളാണ്. അടുത്ത പുറപ്പാട് 19:6 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, നിങ്ങൾ എനിക്കൊരു പുരോഹിതരും രാജത്വവും വിശുദ്ധ ജനവും ആകും. ഇവ ഇസ്രായേൽ മക്കളോട് പറയേണ്ട വചനങ്ങളാകുന്നു. ക്രൈസ്ത ലോർഡ്. അവിടെ പറയുന്നത് ഇസ്രായേൽ മക്കളോട് നിങ്ങൾ പറയണം, നിങ്ങൾ ആരാകുന്നു എന്നാ? പുരോഹിതരും രാജത്വവും വിശുദ്ധ ജനവും എന്ന കാര്യം ഇസ്രായേൽ മക്കളോട് പറയണം. അതായത് ദൈവത്തെ ആരാധിക്കുന്ന സ്വന്തം ജനത്തോട് പറയണമെന്ന്. ഇസ്രായേൽ പഴയ നിയമത്തിൽ, ഇസ്രായേൽ പുതിയ നിയമത്തിൽ ആരാണ് നമുക്കറിയാലോ. ദൈവത്തിന്റെ രക്തത്തെ വിശ്വസിച്ചു പാപത്തിൽ നിന്ന് മോചനമെന്ന വിടുതൽ നമുക്ക് തന്നു എന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും കർത്താവിന്റെ സന്നിധിയിൽ ഇസ്രായേലാണ്. അവൻ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ലാസ്റ്റ് ഭാഗം യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 61-ാം അധ്യായം 6-ാം വാക്യം, നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാരും എന്ന് വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എന്ന് പേരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന്റെ അവകാശികളായി. ഹല്ലേലൂയ. ഇതുപോലൊരു സൗഭാഗ്യം എവിടെ ഉണ്ട്?
ആമേ ഹല്ലേലൂയ. നമ്മെ ദൈവം ആഗ്രഹിക്കുന്നത് പുരോഹിതൻ എന്ന പേരാകുമെന്ന് നിങ്ങൾ ഇന്നലെ വരെ നാറ്റം പിടിച്ചവരെന്നാണോ പറഞ്ഞത്? ഇന്നലെ വരെ പരാജയപ്പെട്ടവരെന്നാണോ പറയുന്നത്? ഇന്നൊരകാം കർത്താവിന്റെ വരവിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യം, നീ ഒരു പുരോഹിതനായി, നീ ഒരു രാജവംശത്തിൽപ്പെട്ടവനാക്കി ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന ഒരു പേര് നിന്റെ ജീവിതത്തിൽ വരാൻ പോകുകയാണ് എന്ന കാര്യം നാം ഇന്ന് പാമൻ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ 3 കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി. ആമേൻ 6-ാം വാക്യത്തില് 3 കാര്യങ്ങൾ. ഒന്ന്, ദൈവം സ്നേഹിക്കുന്നവനാണ്. ആ സ്നേഹം എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് 3 ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുവാനിടയായി. അതുപോലെ രണ്ടാമത്, ദൈവം സകല പാവങ്ങളെ പോക്കിക്കൊണ്ടിരിക്കുന്നു. ആമേൻ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനിടയായി. മൂന്നാമത്, നമ്മെ ദൈവം ശ്രേഷ്ഠനാക്കി വെക്കുന്നു. രാജാവും പുരോഹിത വർഗവും സ്വന്തം ജനവും. പ്രൈസ് ദി ലോർഡ്. ഇതുപോലൊരു അനുഭവം ദൈവത്തെ ആരാധിക്കുന്ന പ്രിയ ദൈവജനമേ, നിനക്കിനി വേറെ കിട്ടാനില്ല. അതുകൊണ്ട് ആരാധിച്ച് തളർന്നു പോകുന്ന ആരേലും ഈ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ തളർന്നു പോകരുത്. ഒരുപക്ഷെ ഇന്നുവരെ നീ സന്തോഷം അനുഭവിച്ചിട്ടില്ലെങ്കിൽ, ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് ഒരുപക്ഷെ 80 അല്ലെങ്കിൽ 90 100 വയസ്സുവരെയൊക്കെ ആയിരിക്കാം. പക്ഷേ നൂറ്റാണ്ടുകൾ വാഴാൻ പോകുന്ന കാലത്തിൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സവിശേഷതകൾ, പദവികൾ ചെറുതൊന്നുമല്ല. അത് വളരെ 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 വലുതാണ്. ഹല്ലേലൂയ. ആ പ്രത്യാശയെ ഓർത്തുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ, നിങ്ങളെ ചേർത്തുകൊള്ളുവാനായി ഇതാ പല കഷ്ടങ്ങളും അനുഭവിച്ചതിന് ശേഷം നമ്മെ തന്നോടൊപ്പം ചേർത്തുകൊള്ളുവാൻ നമ്മുടെ നാഥൻ ദാ വരാൻ പോകുകയാണ്. ആ ക്രിസ്തുവിന്റെ വരവിലേക്ക് നമുക്ക് ഒരുങ്ങാനായി നമ്മൾ തയ്യാറാകുക. ഒരിക്കലും ഒരു കാര്യം മറന്നു പോകരുത്. നമ്മെ ദൈവം വെറുതെയല്ല കൊണ്ടുപോകുന്നത്. ദൈവം നമ്മെ കൊണ്ടുപോകുന്നത് രാജപുരോഹിത വർഗങ്ങളായിട്ടാ. ഈ നാളുകളിൽ ഓർത്തുകൊള്ളുക, കർത്താവ് നമ്മളെ ശ്രേഷ്ഠതയുള്ള ഒരു യുഗത്തിലേക്ക്, ഒരു കാലത്തിലേക്ക്, ഒരു ലോകത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന അനുഭവത്തെ പ്രത്യാശയോടെ ഹൃദയത്തിനകത്ത് ചിന്തിച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുക. ഭൂമിയിൽ കിട്ടാത്ത സന്തോഷം വേറെ എവിടെ കിട്ടിയിട്ടും എനിക്കത് വേണ്ട എന്ന് ഒരുപക്ഷെ നിങ്ങളുടെ കഷ്ടതയുടെ സമയത്ത് നീ ചിന്തിക്കുന്നുണ്ടാവും. ഭാരപ്പെടരുത്. ആ കഷ്ടത മറന്നു കളയ്. അത് നിമിഷ നേരത്തേക്കുള്ള കഷ്ടതയാണ്. അതിൽ നിന്നും ഇതാ മറ്റൊരു ലോകം നിനക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നു എന്ന കാര്യം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീക വർധനവിനും പ്രത്യാശയ്ക്കും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം ധാരാളമായി ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.